തലശ്ശേരി പാലയാട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ KSU നേതാവിനെതിരെ SFI അക്രമം. 2ാം വർഷ നിയമ വിദ്യാർത്ഥിയായ ബിതുൽ ബാലനാണ് മർദ്ദനമേറ്റത്. മുഖംമൂടി സംഘം ആണ് ആക്രമിച്ചത് എന്ന് പറയുന്നു. അതും ഹോസ്റ്റലിൽ കയറി. മിഥുൻ പിള്ള ഒപ്പുചേർന്നു. മിഥുൻ പറയൂ. പുലർച്ചെ ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഈ ഒരു അക്രമം നടന്നിരിക്കുന്നതെന്നാണ് അറിയുന്നത്. തലശ്ശേരി പാലയാട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ലോ കോളേജ് 2ാം വർഷ വിദ്യാർത്ഥിക്ക് നേരെയാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായിരിക്കുന്നത്. KSU നേതാവും അതുപോലെ KSU നേതാവ് ഈ നിയമ വിദ്യാർത്ഥിയുമായ ബിതുൽ ബാലനാണ് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റത്. മുഖംമൂടി ധരിച്ച സംഘം മാരകായുധങ്ങളുമായി ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ബിതുൽ ബാലനെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. SFI പ്രവർത്തകരാണ് ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയെന്നും പറയുന്നു. കൈക്കും കാലിനും ഒക്കെ തന്നെ ബിതുൽ ബാലന് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2ാം വർഷ നിയമ വിദ്യാർത്ഥിയാണ് ബിതുൽ ബാലൻ. ഇയാൾ ഹോസ്റ്റൽ മുറിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ രാത്രിയിൽ ഒരു സംഘം കടന്നു വരികയും അതിക്രൂരമായ രീതിയിൽ ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ബിതുൽ ബാലൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഏതായാലും കൈക്കും അതുപോലെ തന്നെ ശരീരത്തിലും വയറിനും കാലിനും ഒക്കെ തന്നെ ഈ ഇരുമ്പ് അടി കൊണ്ടുള്ള അടിയേറ്റിട്ടുണ്ട്. അതിൽ പലയിടത്തും ശരീരത്തിൽ ചതവുകൾ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. SFIയുടെ അക്രമത്തിനെതിരെ വലിയ പ്രതിഷേധം KSUവിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉയർന്നിട്ടുമുണ്ട്. കൃഷ്ണരാജ്. ഓക്കെ, മിഥുൻ ആണ് വിവരങ്ങൾ നൽകിയത്. 10ഓളം വരുന്ന മുഖംമൂടി സംഘം ഹോസ്റ്റലിൽ കയറി ആക്രമിച്ചു എന്നാണ് പരാതി.